നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടോ? നിങ്ങൾ പലതവണ തീരുമാനിച്ചിട്ടുണ്ടോ? നാളെ മുതൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, നാളെ മുതൽ എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് ജിമ്മിൽ പോകും. പക്ഷേ ഓരോ തവണയും നിങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന് തീരെ മൂടില്ല, ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? ആക്ച്വലി പ്രശ്നം മോട്ടിവേഷൻ ഇല്ലാത്തതല്ല, ആക്ച്വലി പ്രശ്നം ലേസിനെസ് അല്ല, നിങ്ങളുടെ ഡിസിപ്ലിനെ തകർക്കുന്ന കുറച്ച് തടസ്സങ്ങളാണ് പ്രശ്നം. അവയെ എന്താണെന്നും അവ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, പ്രോക്രാസ്റ്റിനേഷൻ. അത് ആദ്യത്തെ 10 സെക്കൻഡിൽ നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. പലരും കരുതുന്നത് ജോലിയാണ് വലിയ പ്രശ്നമെന്ന്. ആക്ച്വലി ജോലിയല്ല പ്രശ്നം. ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു 10 സെക്കൻഡാണ് യഥാർത്ഥ യുദ്ധഭൂമി. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ 10 സെക്കൻഡിൽ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. നിങ്ങൾ ആ 10 സെക്കൻഡിൽ ആക്ഷൻ എടുത്താലുണ്ടല്ലോ, നിങ്ങൾക്ക് അടുത്ത 2 മണിക്കൂർ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആൻഡ് സ്മൂത്ത്ഫുൾ ആയിട്ട് പോകും. ഡിസിപ്ലിൻ തുടങ്ങുന്നത് വലിയ ആക്ഷനിൽ നിന്നല്ല, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സിലൂടെയാണ് ആക്ഷൻ തുടങ്ങുന്നത്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും നാളെ എന്തായാലും ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. പക്ഷെ രാവിലെ 5 മണിക്ക് അലാം അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെല്ലാം മറന്നു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചൊരു 5-10 മിനിറ്റ് നമുക്ക് കൂടുതൽ ഉറങ്ങിയാലോ. അപ്പോൾ നിങ്ങളെ ബ്രെയിൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും, കുറച്ചുകൂടി ഉറങ്ങിക്കോ, നിങ്ങൾ കുറച്ചുകൂടി റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് കൂടുതൽ കിടക്കുന്നത്. ആക്ച്വലി എന്നിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, ഇന്ന് വേണ്ട, ഇനി നാളെ മുതൽ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കും. അറിയാതെ വീണ്ടും നമ്മൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലിംബിക് സിസ്റ്റം നിയന്ത്രണം ഏറ്റെടുത്തു. ഈ ഒരു സിസ്റ്റം ബ്രെയിനിൻ്റെ ഇമോഷണൽ സെൻ്ററാണ്. ബ്രെയിനിൻ്റെ ഈ ഭാഗം കംഫർട്ടിനെ പ്രോഗ്രസിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതിന് രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്യുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതും എല്ലാം ഒരു പെയിൻ പോലെയാണ്. ഇത് ആക്ച്വലി ന്യൂറോ സയൻസ് ആണ്. ഇത് നമ്മുടെ ഒരു ദൗർബല്യമല്ല. നിങ്ങളുടെ ബ്രെയിൻ ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്രെയിൻ എന്താ ചെയ്യും, ഒരുപാട് എക്സ്ക്യൂസസ് കണ്ടെത്താൻ തുടങ്ങും. നിങ്ങൾ ഈ എക്സ്ക്യൂസസിനോട് പൊരുത്തേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ, ആദ്യത്തെ 10 സെക്കൻഡിൽ നമ്മൾ ജയിക്കാൻ നമ്മൾ പഠിക്കണം. അലാറം അടിച്ചോ, 5 4 3 2 1 ഗെറ്റ് സെറ്റ് ഗോ, ചാടി എഴുന്നേറ്റ് ആക്ഷൻ എടുക്കണം. ജിമ്മിൻ്റെ സമയമായോ, നമ്മൾ ഒന്നും ചിന്തിക്കണ്ട, അതിനു മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ആ ഒരു 10 സെക്കൻഡിൽ നമ്മൾ ആക്ഷൻ ഉറപ്പായിട്ട് എടുക്കണം. നമ്മൾ മോട്ടിവേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യ 10 സെക്കൻഡ് നിങ്ങൾ ജയിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ബാക്കി മണിക്കൂറുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി സെക്കൻഡ് പോയിന്റ്, യുവർ എൻവയോൺമെന്റ് ഈസ് കൺട്രോളിങ് യു. നിങ്ങൾ ശക്തനാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ എൻവയോൺമെന്റ് ശക്തമാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യണമെന്ന്. പക്ഷെ മേശപ്പുറത്ത് കുറേ ജങ്ക് ഫുഡ് കൊണ്ടുവച്ചാൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. പിന്നെ നമ്മൾ വിചാരിക്കും അപ്പോൾ എന്താണ് അവിടെ ആരാന്ന് ജയിക്കൽ? അവിടെ എൻവയോൺമെൻറ്റ് ജയിക്കും. അതിനാൽ നമ്മൾ പഠിക്കേണ്ടതുണ്ടെങ്കിൽ പുസ്തകം നമ്മുടെ മുന്നിൽ തന്നെ തുറന്നു വെക്കണം. ജിമ്മ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് തലേന്ന് തന്നെ എല്ലാ ജിം ക്ലോത്ത്സ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കണം. മൊബൈൽ ഫോൺ നമ്മൾ കുറച്ച് അകറ്റി വെക്കണം. അപ്പോൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് നിങ്ങളെ സഹായിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജിമ്മ് പോകാൻ നിൽക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഈ ഐഫോൺ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. 1 സ്ക്രോള് 2 സ്ക്രോള് 15 30 അങ്ങനെ 1 മണിക്കൂർ നമ്മൾ ഈ ഫോൺ നോക്കി പിടിച്ചിരിക്കും. അവസാനം നമുക്ക് കുറ്റബോധം തോന്നും. അവിടെ എന്താണ്, മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ബ്രെയിൻ വീണ്ടും പറയും, എന്ത് പറയും, നാളെ മുതൽ കറക്റ്റായിട്ട് നമുക്ക് തുടങ്ങാമെന്ന്. അപ്പോൾ ഇന്നത്തെ ലോകം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പോരാടുമ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ശ്രദ്ധക്കായി പോരാടുകയാണ്. ജങ്ക് ഫുഡ് നിങ്ങളെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നത്തക്ക വിധത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അടുത്ത വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങൾ എൻവയോൺമെൻറ്റ് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ എൻവയോൺമെൻറ്റ് നിങ്ങളെ ഉറപ്പായിട്ട് നിയന്ത്രിക്കും. അപ്പോൾ ഹൈലി ഡിസിപ്ലിൻഡ് പീപ്പിൾ ഒക്കെ എന്താ ചെയ്യുന്നത്, അവർ തന്നെ അവരുടെ എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ എന്താക്കണം, അവരെ പോലെ തന്നെ ആയിരിക്കണം. ജിം ക്ലോത്ത്സ് രാത്രി തന്നെ എടുത്തു വെക്കണം. പഠിക്കാനുള്ള പുസ്തകം മേശപ്പുറത്ത് റെഡിയാക്കി വെക്കണം. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കണം. ജങ്ക് ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ കയറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിക്കാൻ പോകില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം.
പിന്നെ മൂന്നാമത്തെ പോയിന്റ്, യുവർ ബ്രെയിൻ ഫോളോസ് ഐഡന്റിറ്റി നോട്ട് മോട്ടിവേഷൻ. നിങ്ങളുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഐഡന്റിറ്റിയിലേക്ക് തിരികെ പോകും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിലവാരം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ഗോൾസ് ഒന്നുമല്ല, നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. കാരണം ബ്രെയിൻ ഫോളോസ് ഐഡന്റിറ്റി നോട്ട് മോട്ടിവേഷൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു രഹസ്യമാണ്. നിങ്ങളുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഐഡന്റിറ്റിയിലേക്ക് തിരികെ പോകും. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ഗോൾസ് അല്ല, നിങ്ങളെക്കുറിച്ച് തന്നെ വിശ്വസിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. നിങ്ങളുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും നിങ്ങൾ ആരാണെന്ന് വിശ്വസിക്കുന്ന ആ വ്യക്തിയിലേക്കാണ് തിരികെ പോകുന്നത്. നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സ്വയം നിങ്ങൾ പറയുകയാണ്, ഞാൻ ഭയങ്കര മടിയനാണ്, എനിക്ക് എന്ത് കാര്യം ചെയ്താലും ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിക്കും, ഞാൻ തീരെ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് കൺസിസ്റ്റൻ്റായി എല്ലാം ചെയ്യാൻ പറ്റൂല എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്രെയിൻ ആ വിശ്വാസം തന്നെ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ അന്വേഷിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം വർക്കൗട്ട് മുടക്കിയാൽ അപ്പോൾ ബ്രെയിൻ പറയും, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ആര് പറയും? ബ്രെയിൻ പറയും. അങ്ങനെ നിങ്ങളുടെ പഴയ ഐഡന്റിറ്റി നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് വലിച്ചിഴക്കും. പക്ഷെ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ കഥ പറയാൻ തുടങ്ങണം. നമ്മൾ ഡെയിലി പറയണം, ഞാൻ അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയണം. ഞാൻ എൻ്റെ വാക്ക് കറക്റ്റായിട്ട് പാലിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ ഭയങ്കരമായിട്ട് ആക്ഷൻസ് എടുക്കുന്ന ഒരാളാണെന്ന് നമ്മൾ ലൈഫിൽ നമ്മളിങ്ങനെ നല്ല നല്ല വാക്കുകൾ നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല, നിങ്ങൾ ആരാണെന്ന് വിശ്വസിക്കുന്നത് മാറുമ്പോഴാണ്. നിങ്ങൾ സ്വയം പറയുന്ന വാക്കുകൾ വെറും വാക്കുകളല്ല, അത് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി മാറുന്ന നിമിഷം നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും. അപ്പോൾ നിങ്ങളുടെ ശീലങ്ങൾ മാറും. അവസാനം നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ഐ വാണ്ട് ടു ബി ഡിസിപ്ലിൻഡ് എന്ന് പറയുന്നതിന് പകരം പറയണം, ഐ എം എ ഡിസിപ്ലിൻഡ് പേഴ്സൺ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഐ വാണ്ട് ടു ബിക്കം ഫിറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഐ എം എ ഹെൽത്തി പേഴ്സൺ എന്ന് പറയാം. ഐ വാണ്ട് ടു ഫോക്കസ് മോർ എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയാം, ഐ എം എ ഫോക്കസ്ഡ് പേഴ്സൺ എന്ന് പറയാം. അപ്പം നമ്മളിങ്ങനെ വാക്കുകൾ മാറ്റിയിട്ട് പറയണം. ഐ വാണ്ട് ടു മാനേജ് മൈ ടൈം ബെറ്റർ എന്ന് പറയുന്നതിനേക്കാൾ ഇങ്ങനെ പറയാം, ഐ റെസ്പെക്ട് മൈ ടൈം ആൻഡ് യൂസ് ഇറ്റ് വൈസ്ലി എന്ന് നമുക്ക് പറഞ്ഞൂടെ. അങ്ങനെ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രവർത്തികൾ മാത്രം ഐഡന്റിറ്റി ഉണ്ടാക്കുന്നില്ല, ഐഡന്റിറ്റി ആണ് നിങ്ങളുടെ പ്രവർത്തികളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനോട് പറയുന്ന ആ ഒരു നിമിഷം, ഇതാണ് ഞാൻ, അത് നിങ്ങളുടെ ഹാബിറ്റ്സിനെ അനുസരിച്ച് അലൈൻ ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ അത് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. പോകെ അതെന്താണ്, ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. അത് നിങ്ങളായി മാറും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 10 സെക്കൻഡ്സ് ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കണം. നിങ്ങളുടെ എൻവിയോൺമെൻറ്റ് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് വെക്കണം. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾ സ്വീകരിക്കണം. കാരണം ഓരോ വലിയ വിജയത്തിൻ്റെയും തുടക്കം ഒരു ചെറിയ ഡിസിപ്ലിൻഡ് ഡെസിഷനിലാണ്. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പഴയ ആ നിങ്ങളെയല്ല, നിങ്ങൾ ആകണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ആ വ്യക്തിയായിരിക്കും. റിമെമ്പർ, മോട്ടിവേഷൻ ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ്, ബട്ട് ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് ദി ലൈഫ് യു ഡ്രീം ഓഫ്. താങ്ക് യു.